ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ റമദാൻ 11ാമത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടാകും. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അടിച്ചു വരാൻ അടിച്ചു വരാൻ പിന്നെ എന്നും ഉണ്ടാവും. അകൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ കല്ലിലും മെഷീനിലും ഒക്കെ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വേഗം സാധാരണത്തിലും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഒരു 8:45 8:30 എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ മുറ്റടിക്കാനുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ റഫീക്ക ഡ്യൂട്ടിക്ക് പോകാനായിട്ടില്ല കേട്ടോ. ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ മുറ്റടിക്കൽ കഴിഞ്ഞു. ഇനി അകമൊക്കെ ഒന്ന് തുടക്കാനുണ്ട്. മേലെ തലേ ദിവസം തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ താഴത്തെ ഫ്ലോറ് മൊത്തം ഒന്ന് തുടക്കലാണ് കേട്ടോ. അങ്ങനെ ഇന്നൊന്നും തുടക്കലില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പൊടിയും അഴുക്കൊക്കെ കണ്ടാൽ ആ ഒരു സമയത്ത് തുടക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് സമയം പോകട്ടെ. കാര്യം നമ്മൾ രാവിലെ ഒരു 7-7:30 ആകുമ്പോഴാണ് നമ്മൾ കിടക്കുക. രാവിലെ നമസ്കാരവും ഖുറാനത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ, പണികളില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പണികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉച്ചയാവുന്നത് അറിയേയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ, കല്ലിലും അലക്കാനുണ്ടായിരുന്നു കുറച്ച്, പിന്നെ മെഷീനിലിട്ടതും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആറിയിടട്ടെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ നമ്മളെ വൈകുന്നേരത്തേക്ക് ഫുഡിന് വേണ്ടിയിട്ടുള്ള ബീഫും ചിക്കന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് അങ്ങനത്തതൊക്കെ ഒന്ന് കഴുകാനുള്ളതൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിച്ചണിൽ വെച്ചിട്ടാട്ടോ ഇപ്പോൾ ഇറങ്ങിയത്. ചിലർ ചോദിക്കലുണ്ട് എന്നും ചിക്കൻ ബീഫ് അങ്ങനെ ആക്കണോ, മീനാക്കിക്കൂടെ, വെജിറ്റേറിയൻസ് ആക്കിക്കൂടെ അങ്ങനെ. പക്ഷെ നമുക്ക് നോമ്പിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് കറികളിലൊക്കെ നമ്മൾ ഒരു പിടി ചിക്കനോ അല്ലെങ്കിൽ ഒരു പിടി ബീഫോ, ഇനിയിപ്പോൾ സ്നാക്സിനായാലും ഒരു 2 പീസ് അല്ലെങ്കിൽ ഒരു പീസ് നമുക്ക് ഇത്രയും 3 പേർക്ക് ഉള്ളത് അത്ര കേട്ടോ നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. പക്ഷേ അതൊരു ഇതാണ് കേട്ടോ. ചിലർക്ക് അങ്ങനെ തന്നെ വേണ്ടി വരും. എങ്ങനെ മീനിലേക്കൊന്നും നമ്മൾ മീൻ വാങ്ങിയാൽ കൂടെ അത് കറി വെക്കാൻ വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അതില്ലെങ്കിൽ അതിൻ്റെ ഒരു കറി, ജസ്റ്റ് ഒരു കറി മാത്രം മതി കേട്ടോ. പക്ഷെ അതില്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തോ പോലെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ അളവിലാണെങ്കിൽ നമ്മൾ തന്നെയാണ് കേട്ടോ കഴിക്കുക. വെജിറ്റബിൾസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻ ഫുഡ് ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും. ഓവറാകാതെ കുറഞ്ഞ അളവിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രം കാണിച്ചു തരാം. കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട് കുക്കറിനെ കുറിച്ച്, ഞാൻ യൂസ് ചെയ്യുന്ന കുക്കറിനെ കുറിച്ച്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ള പുതിയ കുക്കറാണ് കേട്ടോ. 3 ലിറ്ററിൻ്റെ അളവാണിത് തന്നെ. ഇത് കണ്ട ISO സർട്ടിഫൈഡ് ആണ്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, ഇൻഡസ് വാലി കുക്ക്വെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കുറേ പേര് നമ്മൾ വീഡിയോ കണ്ടിട്ട് പാത്രങ്ങളെല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങളും കുക്കറും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ഓർഡർ ആക്കിയത്. ഇതിന് മുമ്പേ എൻ്റെ കയ്യിലൊരു കുക്കർ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്ന്. അതും ഇൻഡസ് വാലിയിൽ തന്നെയാണ്. പിന്നെ അവരുടെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡസ് വാലിയിലെ ഏത് പാത്രവും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഓഫറും കാര്യങ്ങളൊക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കൂപ്പൺ കോഡ് ജംഷി 54321 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് ഒരു 12% ഓഫറും കൂടെ നിങ്ങൾക്ക്, സ്പെഷ്യൽ ഓഫറും കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറും ഇതുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരു ഊത്തപ്പം തവ. ഇത് കാസ്റ്റ് അയൺ ആണേ. പിന്നെ ഇൻഡസ് വാലി കുക്ക്വെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 100% ഹെൽത്തി കുക്ക്വെയർ ആണ് കേട്ടോ. ഒരു കെമിക്കൽ കോട്ടിങ്ങും ഇതിൻ്റെ മെയ്ഡിൽ ഇവർ യൂസ് ചെയ്യുന്നില്ല. ടോക്സിൻ ഫ്രീ ആണ്, ISO സർട്ടിഫൈഡ് ആണ്. കുട്ടികൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള കുക്ക്വെയർ ആണ് ഇത്. ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരുപാട് മാസ്റ്റർ ഷെഫ്സും ഡോക്ടേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പാത്രങ്ങൾ കൂടിയാണ് കേട്ടോ. ഇൻഡസ് വാലിൻ്റെ 10 ലക്ഷത്തിലധികം ഫാമിലീസ് ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കുക്കർ പറയുകയാണെങ്കിൽ നല്ല അടിക്കട്ടിയുള്ള കുക്കറാട്ടോ. കുക്കിംഗ് പെട്ടെന്ന് നടക്കും. ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങളുടെ പ്രത്യേകത അത് തന്നെയാണ് കേട്ടോ. നമ്മൾ സിമ്മിലിട്ട് വെച്ചാലും നല്ല ചൂടത് മെയിൻറ്റെയിൻ ചെയ്യും. 3 ലെയർ കോട്ടിങ് അടിയിൽ വരുന്നുണ്ട് കേട്ടോ. അതാണ് അവരുടെ പാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
കുക്കറും വരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നർ ലിഡാട്ടോ വരുന്നത്, ഉള്ളിലൂടെ ഇടാൻ പറ്റുന്നതാണ്, പുറത്തൂടെ ഇടുന്നത് അങ്ങനെ അതും ഉണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുക്കർ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിനെക്കുറിച്ച് പറയാം. നമ്മൾ കാസ്റ്റേൺ പാത്രങ്ങൾ എപ്പോഴും ഇപ്പോൾ എൻ്റെ കൈ കിട്ടി, ഞാൻ കുക്കർ ഒരു തവണ യൂസ് ചെയ്തു, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് ഇട്ടിട്ട്, അതായത് നമ്മൾ വിം ലിക്വിഡ് ഇട്ടിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് ഓൾറെഡി സീസൺ ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ സീസൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി അത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കുക്കർ ഞാൻ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് കറിയൊക്കെ വെക്കാൻ ഇങ്ങനത്തെ ഒരു പരിപ്പ്, പിന്നെ ഇപ്പം നമുക്കായാൽ ചെറിയൊരു അളവിലല്ലേ നമ്മൾ ചെയ്യുക, ആ ഒരു അളവിലേക്കൊക്കെ ഇത് ബെസ്റ്റാണ്. 3 ലിറ്ററാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ 2, 3, 5 എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ള എൻ്റെ കയ്യിലുള്ള കുക്കറില്ലേ, അതും പുറത്തുകൂടെ ഇങ്ങനെ ഇടുന്ന അതാണെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ. അതും അടിപൊളി കുക്കറാട്ടോ അത്. ഇതിൽ തന്നെ നമുക്ക് വഴറ്റിയിട്ടും ഒക്കെ കുക്ക് ചെയ്യാം. കാര്യം ഞാൻ പറഞ്ഞില്ല, അത്രയും കട്ടിയുള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. ഫാസ്റ്റർ കുക്കിംഗ് ആണ് കേട്ടോ, പെട്ടെന്ന് കുക്കിംഗ് നടക്കും. പിന്നെ മൾട്ടി പർപ്പസ് ആണ്, ഗ്യാസിലും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ ശരിക്കും നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് നോൺ സ്റ്റിക്ക് ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇനി ഞാനിന്ന് അതിൽ കുക്ക് ചെയ്യുന്നുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മാവ് ആട്ടിയെടുക്കുകയാണ് കേട്ടോ. നമ്മളെ ഊത്തപ്പത്തിനുള്ള മാവാണ് കേട്ടോ. ഊത്തപ്പത്തിൻ്റെ കല്ല് ഞാൻ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഊത്തപ്പം, ഇൻസ്റ്റൻറ്റ് ഊത്തപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ്, 1/2 കപ്പിൻ്റെ 2 അളവാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1 കപ്പ് ഫുള്ളായിട്ട് പത്തിരിപ്പൊടി, നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് പത്തിരിപ്പൊടിക്ക് പകരം പച്ചരിയില്ലേ, അതും യൂസ് ചെയ്യാം കേട്ടോ. കഴുകി കുതിർത്ത് വെച്ച് 2 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ള 2-3 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുത്ത്, പത്തിരിപ്പൊടി. അത് വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പിൻ്റെ 2 അളവ്, അതായത് 1 കപ്പ് പത്തിരിപ്പൊടി, 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു, 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോകരുത്, ഒരുപാട് ടൈറ്റായിട്ടും പോകരുത് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാലൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വരും. ഇനിയിപ്പോൾ തണുപ്പ് ഏരിയയിൽ അല്ലെങ്കിൽ എങ്ങനെ ആക്കിയിട്ടും അങ്ങനത്തെ മാവൊന്നും പൊങ്ങില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങിക്കിട്ടും. മാക്സിമം 2 മണിക്കൂർ കേട്ടോ, അത്ര വെച്ചാൽ തന്നെ മതിയാവും. ഇതിപ്പോൾ ഇല്ലേ, നമ്മൾ രാത്രി കലക്കി വെച്ച് രാവിലത്തേക്ക് ചുടാനോ അല്ലെങ്കിൽ രാവിലെ കലക്കി വെച്ച് വൈകുന്നേരത്തേക്ക് ചുടാനോ ആണെങ്കിൽ നിങ്ങൾ ഒരു 2 പിഞ്ചൊക്കെ ഈസ്റ്റില്ലേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ അരച്ച് വെക്കുന്നുണ്ട്, ഇത് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ, നല്ല ഫ്ലഫി ആയിട്ടുള്ള ഊത്തപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലർ തേങ്ങാപ്പാലിലൊക്കെ ചെയ്തെടുക്കലുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു അളവിൽ നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കുക കേട്ടോ. ഒരുപാട് ലൂസാക്കരുതേ, അപ്പോൾ നിങ്ങൾക്ക് പൊങ്ങി വരില്ല. വന്നിട്ടില്ലെങ്കിൽ അതിന് കാരണം നിങ്ങളെ ബാറ്റർ ലൂസായി എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ടൈറ്റായി പോയാൽ നമ്മളെ ഊത്തപ്പില്ലേ കുറച്ച് ഹാർഡായിപ്പോവും, അതാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡസ് വാലിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. ഇന്ന് അതിലാണ് കേട്ടോ നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ ഇന്നൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ബീഫിലും ചിക്കനിലും മട്ടനിലും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനതിലേക്ക് 1 സവാള എടുത്തു, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തു, ഒരു കൈപ്പിടി ബീഫ് കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത്രയും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഒരുപാട് വേണ്ട, ഒരു 2 ടീസ്പൂൺ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 പിഞ്ച് ഉലുവ,
ഉലുവ പൊടിയാണെങ്കിലും ഉലുവയാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ ഉലുവ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കഷ്ണം പട്ട, ഒരു കഷ്ണം ഒരു ഗ്രാമ്പു ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ഊത്തപ്പത്തിലേക്കുള്ള നല്ല കോമ്പിനേഷനാട്ടോ ഈ ഒരു ബീഫ് സ്റ്റൂ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ. എന്തായാലും സ്റ്റൂ അടിപൊളി കോമ്പിനേഷനാണ്. പിന്നെ ബീഫ് വരട്ട്, ചിക്കൻ വരട്ട് എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് പോവും. പിന്നെ സ്റ്റൂ ഊത്തപ്പം ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണല്ലോ മൊത്തത്തിൽ. അപ്പോൾ അതാണ് ഞാനിന്ന് സ്റ്റൂ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇനി നമ്മളെ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ബീഫ് അവിടെ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് അപ്പോഴത്തേക്കും വെന്ത് വരും. ഇനിയിപ്പോൾ നമ്മളൊരു മിനി പിസ്സ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പാനിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഓയിലിലേക്ക് നമ്മൾ ചിക്കൻ, കുഞ്ഞു പീസാക്കിയിട്ടുള്ള ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഹാർഡാക്കി എടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് 2 ഭാഗം ഒന്ന് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കാവുക. കാര്യം കുഞ്ഞ് പീസല്ലേ നമ്മൾ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഒരു ബേസ് ഉണ്ടാക്കണ്ടേ. നമ്മളെ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ്, ഇത് 1/2 കപ്പിൻ്റെ അളവാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 2 തവണ ഇടുന്നത്. 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെള്ളം പാലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലിൽ മാത്രമാക്കിയാലും നല്ല ടേസ്റ്റാണ്. വെള്ളത്തിൽ മാത്രമാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ കേട്ടോ. നമ്മൾ ആ ഒരു ബേസിന് നല്ല ടേസ്റ്റ് വരണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ 1 കപ്പ് മൈദ മാവിലേക്ക് 1 എഗ്ഗ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ചേർത്ത അളവിൽ ഇനി വെള്ളം വേണമെങ്കിൽ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കും കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ഇത്രയാണ്, ഇത് കറക്റ്റാണ് കേട്ടോ. ഒരുപാട് ലൂസായിട്ട് പോകരുത്, ആ ഒരു ബേസ് കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ ഒരുപാട് ടൈറ്റും ആവരുത്, ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഊത്തപ്പത്തിൻ്റെ മാവ് കണ്ടില്ലേ, 1 മണിക്കൂറായപ്പോൾ ഞാൻ കറക്റ്റ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. ഇതന്നെ നിങ്ങൾ പച്ചരി ചേർത്തിട്ട് ചെയ്താലും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡ് പാനില്ലേ, ഇൻഡസ് വാലിൻ്റെ, അത് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴുകി ഞാനൊന്ന് ഉണക്കിയെടുത്തു. അതിന് ശേഷം ഒരു തുണിയിൽ, ഒരു ക്ലോത്തിൽ കുറച്ച് ഓയിലാക്കി ഒന്ന് തടവി കൊടുത്തു കേട്ടോ. അത്രയും നമ്മൾ സീസൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി നല്ല ചൂടായ തവയിലേക്ക് ഞാൻ നമ്മൾ അയൺ പാനല്ലേ, അതുകൊണ്ട് ഒരു 1-2 ഡ്രോപ്പ് മാത്രം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ഊത്തപ്പം സ്പെഷ്യൽ തവയാണ്. നിങ്ങൾക്ക് സാധാ നോൺ സ്റ്റിക്ക് പാനിലും ഉണ്ടാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുണ്ടായതുകൊണ്ട് തൊട്ട് നല്ല കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. ഇതിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ എന്താ പറയുക, നമ്മളെന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയ പോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, ആ റൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ഞാൻ ഇതന്നെ ഓർഡർ ആക്കിയത്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആയിട്ട് ഊത്തപ്പത്തവ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് സവാള, കുറച്ച് മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ടത് മിക്സ് ആക്കിയിട്ട് അത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ, ക്യാപ്സിക്കം, തക്കാളി, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തു അടച്ച് വെക്കുക കുറച്ച് സമയം. അപ്പോഴത്തേക്കും കുക്കായിട്ട് വരിക. ഇനി നിങ്ങൾക്ക് ഈ സമയം തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യൊക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോ ഒന്നുകൂടി ടേസ്റ്റി ആവും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല.
അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുക്കണമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ ക്യാരറ്റ് അതിൻ്റെയൊക്കെ ആ ഒരു കളർഫുള്ളായിട്ടുള്ള ആ ഒരു ഭംഗി ഉണ്ടല്ലോ അതങ്ങ് നഷ്ടപ്പെടും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ. നമ്മൾ ഉത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. കുറേ ചുട്ടെടുക്കുന്നില്ല, നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള മാത്രം. ബാക്കി മാവ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. നാളെ രാവിലെ അതായത് പുലർച്ചെ കഴിക്കാൻ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തേക്കും കൂടെ ഉള്ള കറിയും അതുപോലെ തന്നെ നമ്മളെ കടിക്കുള്ള ഐറ്റം കൂടാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 5-6 കാഷ്യൂനട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ കറി മതി, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില, മല്ലിയില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അടിപൊളി ബീഫ് സ്റ്റൂ റെഡി ആയി കിട്ടുമേ. അപ്പം ഞാൻ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് ആവശ്യമുള്ള ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. തേങ്ങാപ്പാലിൽ ഒഴിച്ചിട്ടുള്ള കറികൾക്കൊക്കെ ഭയങ്കര ഈസി ആവും കേട്ടോ. അത് നമ്മളെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ മാത്രമല്ല, നമ്മൾ അധിക ദിവസം രാത്രിയിലേക്ക് കഞ്ഞി ഉണ്ടാക്കും, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു വെക്കുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ ഒരു ടൈമിൽ. ആ ഒരു തിരക്കിൽ നമ്മൾ തേങ്ങ ചിരവി തേങ്ങ ഉണ്ടെങ്കിൽ കൂടിയിട്ട് പാലെടുക്കാനൊക്കെ കുറച്ച് മടിയുള്ള കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ കുറഞ്ഞ അളവിലേ നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ ആക്കി വെക്കലുണ്ട് ഫ്രിഡ്ജിൽ കേട്ടോ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മൾ പിസ്സേൻ്റെ സോസാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോ. ഞാനിപ്പോൾ അത് കുറച്ച് ടൊമാറ്റോ സോസിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ കയ്യിൽ കുറച്ച് ഒറിഗാനോ ഉണ്ടായത് കൊണ്ട് എടുത്തതാട്ടോ. നിങ്ങൾ ഇല്ലെങ്കിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ പിസ്സ സോസ്. ഇതാണ് ഞാൻ എടുക്കുന്നത്. ടൊമാറ്റോ സോസ് എടുത്താൽ മതി കേട്ടോ. ചില്ലി ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ എരിവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. വീണ്ടും നമ്മളെ ഊത്തപ്പത്തിൻ്റെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തവ എപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി ഉണക്കുക. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു ക്ലോത്ത് വെച്ചിട്ടോ ഒരു ബ്രഷ് വെച്ചിട്ടോ തുടക്കുക. എണ്ണ ഇതിൽ നിൽക്കുന്ന പോലെ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ക്ലോത്ത് വെച്ചിട്ടാകുമ്പോൾ കറക്റ്റിൽ കിട്ടിക്കോളും. അകവും പുറമൊക്കെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ യൂസ് കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ, എണ്ണ തേക്കാതെ എടുത്ത് വെച്ചാൽ തന്നെ തുരുമ്പ് കയറിയ പോലെ ഉണ്ടാവും. അത് ഒന്നുകൊണ്ടല്ല കേട്ടോ, ഇങ്ങനെ ചെയ്താൽ നല്ല കറുത്ത് ഈ ഒരു കളറിൽ കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് വരും തോറും നല്ല അടിപൊളിയായിട്ട് പാന് കിട്ടുകയും ചെയ്യും കേട്ടോ. സീസൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി സീസൺ ചെയ്തിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മളെ പിസ്സേൻ്റെ ബേസ് ആയിട്ട് ഞാൻ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് കുക്കായിട്ട് വന്നാൽ മതി, 1 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയും സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അടച്ച് വെക്കാണ്ടും കുക്കായി കിട്ടുക. പിന്നെ നിങ്ങൾ കാസ്റ്റ് അയൺ പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ പാൻ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാനേ. ഞാനിപ്പോൾ അത് പുറം ഭാഗം ജസ്റ്റ് ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഉടനെ തന്നെ അത് കുക്കാവും കേട്ടോ. കുറേ നേരം വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ബാക്കി നമ്മളെ പിസ്സ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിസ്സ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ വെറൈറ്റി സ്നാക്കൊക്കെ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. മിനി പിസ്സയല്ല, കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ ചീസില്ലാന്നൊന്നും പറഞ്ഞിട്ട് ബേജാറാവണ്ട, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചിലപ്പം കയ്യിലില്ലെങ്കിൽ അത് ഇല്ലല്ലോ അപ്പോൾ ഇത് ചെയ്യണ്ട അങ്ങനെ വിചാരിക്കണ്ട. കണ്ടോ നമ്മളെ ബേസ് കണ്ടോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ പാലും എഗ്ഗൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ മാവ് കുഴച്ചുണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മളെ സോസ് ഉണ്ടല്ലോ, പിസ്സ സോസ്, അത് എല്ലാത്തിലേക്കും നമ്മൾ ആവശ്യത്തിന്, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ് കേട്ടോ. എത്ര സോസ് വേണം, സോസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറക്കുക അങ്ങനെ. അപ്പോൾ അത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു സൈഡിലേക്ക് വരാത്ത രീതിയിൽ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇത് പാനിൽ അല്ലാതെ നിങ്ങൾ നോൺ സ്റ്റിക്ക് തവയിൽ ഉണ്ടാക്കിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് കാണാം, ആ ഒരു കറക്റ്റ് വലുപ്പത്തിൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. നമുക്കൊരു പാർട്ടിയിലേക്കൊക്കെ സെർവ് ചെയ്യാൻ, പിന്നെ എന്താ പറയുക, ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഇഫ്താർ പാർട്ടി, ഇനി വലിയവർക്കായാലും പിസയൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമല്ലേ, സെർവ് ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടോ. ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാട്ടോ ഞാൻ ഈ സംഭവം വാങ്ങിയത് തന്നെ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ പിന്നെ കമൻ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ഏത് പാത്രങ്ങൾ വേണമെങ്കിലും, കാസ്റ്റ് അയണിൻ്റെ ഏത് പാത്രം
കസ്റ്റേർഡ് ഏത് പാത്രങ്ങളായാലും ഒക്കെ ഇൻഡസ് വാലിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ ഏത് പാത്രങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് നോക്കിയിട്ട് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ 3 ലിറ്റർ കുക്കർ ഓർഡർ ആക്കിയാൽ നിങ്ങൾക്ക് 5 ലിറ്റർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വേറെ ടൈപ്പെല്ലാം കുക്കറുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പിസ്സയിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ക്യാപ്സിക്കം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ക്യാപ്സിക്കാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാപ്സിക്കം ഇല്ലേ അങ്ങനെയാണെങ്കിൽ തക്കാളി, സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുള്ളത് അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ പീസില്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. സവാള മാത്രമാണെങ്കിൽ സവാള മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം, ചിലർക്ക് വെജിറ്റബിൾസ് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കുക, ചിക്കൻ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കുക. അല്ലാത്തവർക്ക് ഇനിയിപ്പോൾ കുട്ടികൾ ഈ പിസയൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മക്കളങ്ങ് കഴിക്കും. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഐറ്റംസ് വെച്ച് കൊടുക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ചിക്കനൊന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ കാണും ഞാനിപ്പോൾ മൊത്തം ഉണ്ടാക്കാൻ എത്രയാണ് ചിക്കൻ എടുത്തതെന്ന്. ഒരു 3-4 പീസ് അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും ഇഫ്താർ പാർട്ടിക്കൊക്കെ അടിപൊളി സാധനമായിരിക്കും കേട്ടോ ഇത്. അധികാരം ഉണ്ടാക്കി കാണാത്ത എന്നാൽ വെറൈറ്റി ആയിട്ട് മക്കൾക്കായാലും നമുക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മൾ ഓയിലും ഒന്നും ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ എന്തായാലും സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. നമ്മൾ എന്തായാലും കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. വെറൈറ്റി ആയിരിക്കും, വലിയ പ്രശ്നങ്ങളുമില്ല ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഉള്ളത് കൊണ്ട് ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മൊസറല്ല ചീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഈ സമയത്ത് ഞാൻ എഗ് വൈറ്റ് വെച്ചിട്ട്, അതായത് എഗ്ഗ് പുഴുങ്ങിയിട്ട് അതിൻ്റെ ആ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് മയണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ലേ, അതുപോലെ നിങ്ങൾ മയണൈസ് ഉണ്ടാക്കിയിട്ട്, കാര്യം നമ്മൾ ചൂടാക്കുന്നതല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ആ മയണൈസ് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു നല്ല ക്രീമി ടേസ്റ്റും ടെക്സ്ചറും നമുക്ക് അത് കഴിക്കുമ്പോൾ കിട്ടും. ഇതുപോലെ ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു ഭംഗിക്ക് മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് പാല് കൊണ്ടുണ്ടാക്കുന്ന, ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കുന്ന ഒക്കെ മയണൈസ് അറിയുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള മയണൈസ് ഉണ്ടാക്കിയിട്ട് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അങ്ങനെ മുന്നേ ഒരു പിസ്സ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ റമദാനെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ആ ഒരു പിസ്സ കാണിക്കാം കേട്ടോ. അടിപൊളി പിസ്സയാണ് അതും. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ചീസില്ലാന്ന് വിചാരിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിനായി കിട്ടുക. ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. രണ്ടായാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇതുള്ളത് കൊണ്ട് ചെയ്തെടുത്തേ ഉള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ആ വലിയുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ മൊസറല്ല ചീസ് ചേർത്ത് കൊടുത്താൽ. അതാ പറഞ്ഞ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുത്തോന്ന്. അപ്പോൾ ഞാൻ ഒരു സെക്ഷൻ ഉണ്ടാക്കി അടുത്തതും കൂടെ ഉണ്ടാക്കട്ടെ കേട്ടോ. എനിക്ക് മൊത്തം ഇത് ഈ ഒരു കപ്പളവ് മൈദയിൽ എനിക്ക് 9 മിനി പിസ്സ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുത്തോ, ഈ ഒരു കറക്റ്റ് വലുപ്പത്തിൽ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ, ഇപ്പോൾ മക്കൾക്ക് നമ്മൾ സാധാ ഉണ്ടാക്കുന്ന അതിനേക്കാളും ഇങ്ങനത്തെ ഒരു സാൻഡ്വിച്ച്, ഷവർമ്മ അങ്ങനത്തെയൊക്കെ അല്ലേ ഇഷ്ടം. പിന്നെ നമ്മൾ പുറത്തുനിന്നല്ലോ വാങ്ങിക്കൊടുക്കുന്നത്, നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ. നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊന്നും ഹെൽത്തിനും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മളെ ഇഫ്താറിൻ്റെ ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാനൊന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഗ്രേപ്സൊക്കെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിലിട്ടിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് പ്ലേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട്സൊക്കെ ഇതിനിടയിൽ കട്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. സമയം ഇതാന്ന് പറയുന്ന പോലെ പോവും. അതിനിടയിൽ കുക്കിങ്ങും എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അങ്ങനെ. പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ചിലപ്പം ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ വരുന്നവരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ ഡീൽ ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്ലീനിങ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ അപ്പം ആകുന്ന പാത്രങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ അപ്പം നീറ്റാക്കി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നീറ്റായിട്ട് കാണുന്നത്. അപ്പം തുടച്ച് ക്ലീനാക്കി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട്, നമ്മൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പണികൾ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ട പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പിസ്സ അതാ മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയത് ഇന്ന് ഷെയ്ക്കാണ് കേട്ടോ. നമ്മളെ
പപ്പായ വെച്ചിട്ടുള്ള ഷേക്കാണ്. പപ്പായ, ഈത്തപ്പഴം, കുറച്ച് നട്ട്സ് കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബദാമും, ഒരു 5-6 ബദാമും, ഒരു 5-6 കാഷ്യൂനട്ടും അതും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട്, പാലും ചേർത്തിട്ട്, വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മധുരത്തിന് നമ്മൾ ഡേറ്റ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ മധുരം വേണമെങ്കിൽ, ഹെൽത്തി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഹണി, ഈത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി വേഗം ഒന്ന് ടേബിളിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല റാഹത്തായിട്ട് 11ാമത്തെ നമ്മൾ നോമ്പും തുറന്നിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ നമ്മളെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ തന്നെയല്ല, പിന്നെ ക്യാപ്സിക്കം കാര്യങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഉള്ളത് വെച്ചിട്ട് തക്കാളി, അതുപോലെ തന്നെ സവാള, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഒന്ന് കളർഫുള്ളാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വിളമ്പുന്നതും കൂടെ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ട്രൈ ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ ഇൻഡസ് വാലി പാത്രങ്ങൾ ആവശ്യമുള്ളവർ നമ്മളെ കൂപ്പൺ കോഡ് മറന്നു പോകണ്ട. ജംഷി 543221. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെക്ക് ചെയ്ത് ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.